ഓരോ ദൈവവിളികളും സ്വർഗത്തിൻ്റെ വരദാനങ്ങളാണ്. മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ച ദൈവപുത്രൻ്റെ പ്രതിപുരുഷന്മാരായി ഈ ലോകത്തിൽ ജീവിക്കുന്ന അവർ ഓരോരുത്തരിലൂടെയും ദൈവം അനന്തമായ നന്മകൾ നമുക്കായി വർഷിക്കുന്നു. ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിലൂടെ അവിടുത്തെ അജഗണം ഓരോ നിമിഷവും യഥാർത്ഥ ഇടയനോടുകൂടെ ആയിരിക്കുകയും സകല തിന്മകളെയും ചെറുത്തു തോൽപ്പിക്കുവാൻ തക്ക ശക്തി അവർ ആർജിക്കുകയും ചെയ്യുന്നു. കടന്നുവന്ന വഴികളുടെ വൈവിധ്യവും നേട്ടങ്ങളുടെ ഔന്നത്യങ്ങളും കൊണ്ട് അതുല്യനായ ഒരു പ്രതിഭയാണ് ബത്തേരി മലങ്കര കത്തോലിക്ക രൂപതാധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ തോമസ് തിരുമേനി. സെമിനാരിയുടെ ജീവിതാന്തരീക്ഷത്തിൽ നിന്നും വേറിട്ട് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചകളിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ദൈവം അദ്ദേഹത്തിനായി കരുതിവെച്ച അധ്യാപകർ ഏറെയായിരുന്നു. അഭിമന്യ ജോസഫ് മാർ തോമസ് പിതാവിനെ എക്കാലവും ഏറെ വാത്സല്യത്തോടെ കണ്ടിരുന്ന മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഇടപെടലുകൾ ആ ശുശ്രൂഷകനെ ഇന്നത്തെ നിലയിലേക്ക് രൂപപ്പെടുത്തുവാൻ നിർണായകമായ പങ്കുവഹിച്ചവയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് കരസ്ഥമാക്കിയ പിതാവ് 2006 മാർ തയോഫിലോസ് ട്രെയിനിംഗ് കോളേജിൻ്റെ പ്രിൻസിപ്പാൾ സ്ഥാനം ഏറ്റെടുത്തത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവായി മാറി. ഒരു മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനത്തെ ഉയർച്ചയുടെ പടവുകളിലേക്ക് നയിക്കുന്നതിനുള്ള വലിയ ഉത്തരവാദിത്തമായിരുന്നു അവിടെ അദ്ദേഹത്തെ കാത്തിരുന്നത്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുവാൻ അല്പകാലം മാത്രം ശേഷിക്കവേ അദ്ദേഹത്തിന് ലഭിച്ച പുതിയ ഉത്തരവാദിത്തം ചരിത്രപരമായ വലിയൊരു ദൗത്യത്തിലേക്കുള്ള യാത്രയുടെ ആരംഭമായിരുന്നു. 2005 അദ്ദേഹം തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാനും ഭാരതത്തിന് പുറത്തുള്ള മലങ്കര കത്തോലിക്ക വിശ്വാസികൾക്കായുള്ള അപ്പസ്തോലിക് വിസിറ്റേറ്ററുമായി നിയുക്തനായി. അഭിമന്യ ജോസഫ് മാർ തോമസ് പിതാവിൻ്റെ ജീവിത വഴികൾ കാരുണ്യവാനായ ദൈവം എക്കാലവും ക്രമീകരിച്ചിരുന്നത് വരാനിരുന്ന ഒരു വലിയ ശുശ്രൂഷാ മേഖലയ്ക്ക് അനുയോജ്യമായ പരിശീലനം അദ്ദേഹത്തിന് ലഭിക്കും വിധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതകാലവും പ്രവർത്തന വീഥികളും മുഴുവൻ വലിയ ബോധ്യങ്ങളുടേതാക്കി അവിടുന്ന് മാറ്റുകയായിരുന്നു. 5 വർഷം നീണ്ട പ്രവാസികളായ വിശ്വാസികൾക്കിടയിലെ ശുശ്രൂഷകൾക്ക് ശേഷം 2010 അദ്ദേഹം തിരികെ കേരളത്തിലേക്ക് എത്തിയതും മറ്റൊരു ദൈവിക പദ്ധതിയുടെ ആരംഭമായിരുന്നു. തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാനായി വിദേശ നാടുകളുടെ പ്രവാസികളുടെ ശുശ്രൂഷയായി അമേരിക്കയിലും യൂറോപ്പിലും മറ്റ് രാജ്യങ്ങളിലും പ്രവർത്തനം പൂർത്തിയാക്കുന്നത് 2010 5 വർഷക്കാലം വിവിധ രാജ്യങ്ങളിലെ ശുശ്രൂഷിക്കുവാനായിട്ടുള്ള അവസരം ലഭിച്ചു. മലങ്കര കത്തോലിക്ക സഭയുടെ തലവനും പിതാവുമായ ബസേലിയോസ് ബാവ തിരുമേനി അദ്ദേഹത്തിന് ആരോഗ്യപരമായ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട അവസരത്തിൽ അമേരിക്കയിലെ ശുശ്രൂഷകൾ തൽക്കാലം പൂർത്തിയാക്കിയിട്ട് തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനെ സഹായിക്കുന്ന ഒരു ശുശ്രൂഷയിലേക്ക് എന്നെ പ്രത്യേകമായിട്ട് നിയോഗിക്കുകയും എന്നാൽ അധികം താമസിയാതെ സിറിൽ ബസേലിയസ് ബാവ തിരുമേനി കാലം ചെയ്ത് പിന്നീട് സഭയുടെ പുതിയ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ഞാൻ ബത്തേരി രൂപതയുടെ മെത്രാനായിട്ട് ചാർജ് എടുക്കുകയാണ് ചെയ്തത്. സിറിൽ ബസേലിയോസ് ബാവ തിരുമേനിയുടെ അവസാന നാളുകളിലെ ശുശ്രൂഷകളിൽ അദ്ദേഹത്തോട്
കൂടുതൽ ചേർന്ന് പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തോടു കൂടിയായിരുന്ന് അദ്ദേഹത്തിന് അവസാന പ്രാർത്ഥനകൾ എത്തിച്ചു കൊടുക്കുവാനൊക്കെ ദൈവം ഒരുക്കിയതായ അവസരം വലിയ ഒരു ദൈവകൃപയായിട്ട് കരുതുകയാണ്. അദ്ദേഹം സഭയ്ക്ക് നൽകിയതായ വലിയ ശുശ്രൂഷകൾ പ്രത്യേകിച്ച് മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭയായിട്ട് ഉയർത്തി ഒന്നാമത്തെ കാതോലിക്ക ബാവായി ചേർന്ന ശേഷം അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കുറയുകയും പിന്നീട് അദ്ദേഹം കാലം ചെയ്യുകയും ചെയ്തു. ആ കാലഘട്ടത്തിന് ശേഷം കുറേ നാൾ കൂടി അമേരിക്കയിലെ ശുശ്രൂഷകളെ പൂർത്തിയാക്കി സഭയുടെ സിനഡിൻ്റെ തീരുമാനപ്രകാരം 2010 ഏപ്രിൽ 13 ഞാൻ ബത്തേരി രൂപതയുടെ മെത്രാനായിട്ട് നിയോഗിതനാവുകയായിരുന്നു. അമേരിക്കയിലെയും മറ്റ് വിദേശ രാജ്യങ്ങളിലെയും വ്യത്യസ്തമായ ശുശ്രൂഷ അനുഭവങ്ങൾക്ക് ശേഷം 2010 അഭിമന്യ തിരുമേനി നിയുക്തനായത് വിസ്തൃതി കൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ രൂപതയായ ബത്തേരി മലങ്കര കത്തോലിക്ക രൂപതയുടെ അധ്യക്ഷനായാണ്. മലങ്കര സഭയുടെ ഏറ്റവും വലിയ കർമ്മരംഗങ്ങളിൽ ഒന്നായിരുന്ന ആ മണ്ണിലേക്കുള്ള നിയോഗം ചരിത്രപരമായ ഒന്നായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. 2010 ഏപ്രിൽ 13 ഞാൻ ബത്തേരി രൂപതയുടെ മെത്രാനായി ചുമതല ഏൽക്കുന്നത്. അതുവരെ ഈ രൂപതയുടെ മെത്രാനായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന അഭിമന്യ ഗീവർഗീസ് മാർ ദിവന്യാസ്യൂസ് തിരുമേനി മലങ്കര സഭയ്ക്ക് പുതുതായി ലഭിച്ച കർണാടകയിലെ പുത്തൂർ രൂപതയുടെ മെത്രാനായി നിയോഗിക്കപ്പെടുകയും പകരം ഞാൻ ബത്തേരി രൂപതയുടെ മെത്രാനായി ചുമതലയേൽക്കുകയുമാണ് ചെയ്തത്. തിരുവനന്തപുരം മേജർ അതിരൂപതയിലും അമേരിക്ക, യൂറോപ്പ് തുടങ്ങിയ വിദേശ നാടുകളിലും പ്രവർത്തിച്ച് അവിടുത്തെ സാഹചര്യങ്ങളിൽ ജീവിച്ച എനിക്ക് ബത്തേരി രൂപതയുടെ മെത്രാനായി നിയോഗം ലഭിച്ച അവസരത്തിൽ ആദ്യ നാളുകളിൽ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന നിലയിൽ തന്നെയും അധികം താമസിയാതെ അതെല്ലാം ദൈവകൃപയിൽ തരണം ചെയ്യുവാനായിട്ട് സാധ്യമായി. വിസ്തൃതി കൊണ്ട് ഏറ്റവും വലുതെങ്കിലും താരതമ്യേന മലങ്കര കത്തോലിക്ക വിശ്വാസികളുടെ എണ്ണം കുറവുള്ള ബത്തേരി രൂപത സ്ഥാപിക്കപ്പെടുന്നത് 1978 സഭയിലെ അംഗങ്ങളുടെ എണ്ണത്തിലും അതീതമായ മഹത്തായ പ്രവർത്തന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ട് 4 പതിറ്റാണ്ടുകൾ പൂർത്തിയാക്കാൻ ഒരുങ്ങുന്ന ഈ രൂപത രചിച്ചിരിക്കുന്നത് വ്യത്യസ്തമായ ഒരു ചരിത്രമാണ്. ആദ്യമെത്രാൻ ഭാഗ്യസ്മരണാർഹനായ സിറിൽ മാർ ബെസേലിയോസ് തിരുമേനിക്കും തുടർന്നു വന്ന ഗീവർഗീസ് മാർ ദിവന്നാസ്യൂസ് തിരുമേനിക്കും ശേഷം ബത്തേരി രൂപതയുടെ ഇടയനായി ജോസഫ് മാർ തോമസ് പിതാവ് എത്തുമ്പോൾ ആ മണ്ണിൽ മലങ്കര കത്തോലിക്ക സഭയുടെ ഇടപെടലുകൾ വലുതായിരുന്നു. കേരളത്തിലെ 5 റവന്യൂ ജില്ലകളിലും കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലകളിലും വ്യാപിച്ചു കിടക്കുന്ന വളരെ വിശാലമായ ബത്തേരി രൂപതയിൽ ഏതാണ്ട് 106 പള്ളികളും 100ഓളം വിവിധ സ്ഥാപനങ്ങളും 30,000-ൽ പരം ജനങ്ങളും അനേകം സന്യാസിനിമാരും വൈദികരും ഒക്കെയുള്ള ഈ രൂപത മലങ്കര കത്തോലിക്ക സഭയിലെ 3ാമത്തെ രൂപതയാണ്.
വിസ്തൃതി കൊണ്ട് കേരളത്തിനുള്ളിലുള്ള രൂപതകളിലെ ഏറ്റവും വലിയ രൂപതയുമാണ്. ഇവിടുത്തെ ഒന്നാമത്തെ മെത്രാപ്പൊലീത്ത ആയിരുന്ന സിറിൽ മാർ ബസേലിയോസ് തിരുമേനി മിഷൻ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പ് തന്നെ മനുഷ്യ സ്നേഹ പ്രവർത്തികളാണ് കൂടുതൽ ചെയ്യുവാനായിട്ടിടയായത്. ഏറ്റവും നല്ല മിഷൻ പ്രവർത്തനമെന്ന് പറയുന്നത് മനുഷ്യ സ്നേഹ പ്രവർത്തികൾ ചെയ്യുക എന്നുള്ളതാണ്. 1978 40 ചെറിയ മിഷൻ കേന്ദ്രങ്ങളുമായി 10-20ഓളം വൈദികരുമായി തുടങ്ങിയ ഈ ഒരു മിഷൻ രൂപത 38 വർഷം പിന്നിട്ട് കഴിയുമ്പോൾ അതിശക്തമായ ഒരു രൂപതയായി വളർന്നു വരുവാനിടയായത് ആദ്യകാലത്ത് ഈ രൂപതയെ നയിച്ച 2 പിതാക്കന്മാരുടെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളും സമർപ്പണവുമാണ്. ബത്തേരി രൂപതയുടെ ആരംഭം മുതൽ അഭിവന്യ ബസേലിയോസ് തിരുമേനി കൂടുതലായി ഊന്നൽ കൊടുത്തത് അനേകം സാമൂഹിക സേവന പ്രവർത്തികൾക്കും സ്നേഹപ്രവർത്തികൾക്കുമാണ്. ഭൂരിഭാഗവും കർഷകർ ഉൾപ്പെടുന്ന ആ ദേശത്ത് മലങ്കര സഭയുടെ നേതൃത്വത്തിൽ നടത്തപ്പെട്ട സേവന പ്രവർത്തനങ്ങൾ വലിയ താങ്ങായി മാറി. ആ കാലങ്ങളിൽ ആരംഭം കുറിക്കപ്പെട്ട ശ്രേയസ് എന്ന സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ മാതൃകാപരവും വിവരണാതീതമാം വിധം അനേകായിരങ്ങൾക്ക് സഹായകവും ആയിരുന്നു. സിറിൽ മാർ ബസേലിയോസ് തിരുമേനി വയനാട് കേന്ദ്രീകരിച്ച് സുൽത്താൻ ബത്തേരി മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ രൂപത വന്നപ്പോൾ ആദ്യമായി ശ്രദ്ധിച്ചത് ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യർക്കും ജാതി മതവും വർഗവും ഒന്നും നോക്കാതെ ആഹാരവും വസ്ത്രവും കിടപ്പാടവും വിദ്യാഭ്യാസവും എത്തിക്കുന്നതായ ഒരു മനുഷ്യ സ്നേഹ പ്രവർത്തനമാണ് ചെയ്തത്. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അനുസരിച്ച് എല്ലാ മനുഷ്യരെയും നല്ല മനുഷ്യരായി, സംതൃപ്തരായ മനുഷ്യരായി, ദൈവത്തെ സ്നേഹിക്കുന്ന മനുഷ്യരായി വളർത്തുവാൻ അല്ലെങ്കിൽ വളരുവാൻ സഹായിക്കുക എന്നുള്ളതാണ് ഒരു രൂപതയുടെ പ്രത്യേകമായ ലക്ഷ്യമെന്ന് അദ്ദേഹം മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ബത്തേരി രൂപത പള്ളികളും ആതുരാലയങ്ങളും മറ്റ് സേവന കേന്ദ്രങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പായി ഈ സമൂഹത്തിലെ പാവപ്പെട്ട മനുഷ്യരെ, പ്രത്യേകിച്ച് ആദിവാസികളും ദുർബല വിഭാഗത്തിൽപ്പെട്ടവരുമായ മനുഷ്യരെ സഹായിക്കുവാൻ ശ്രേയസ് എന്ന് പറയുന്നതായ സാമൂഹ്യ സേവന സംഘടന രൂപീകരിക്കുകയും ഈ 5-6 റവന്യൂ ജില്ലകളിൽ അതിൻ്റെ സേവനം എത്തിക്കുകയും അതാണ്ട് ഇപ്പോഴും 50,000-ൽ പരം കുടുംബങ്ങൾക്ക് ക്ഷേമ പ്രവർത്തനങ്ങളും പരിശീലനങ്ങളും നൽകുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അനേക കോടി രൂപ ചെലവാക്കി മനുഷ്യ സേവന സ്നേഹ പ്രവർത്തനങ്ങൾ ചെയ്യുവാനാണ് ആദ്യ നാളുകളിൽ ബത്തേരി രൂപത പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് ഈ ലോകത്ത് സന്തോഷകരമായ ഒരു ക്രമീകരണം ഉണ്ടാക്കി കൊടുക്കുക ദൈവരാജ്യ സൃഷ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണെന്നും സഭയുടെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വിശ്വസിച്ചിരുന്നു. തുടർന്ന് അദ്ദേഹം ശ്രദ്ധിച്ചത് വിദ്യാഭ്യാസ രംഗത്താണ്. ബത്തേരി രൂപതയിലെ അല്ലെങ്കിൽ മലബാറിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കി നല്ല വിദ്യാകേന്ദ്രങ്ങൾ തുടങ്ങുവാനായി അദ്ദേഹം വളരെയേറെ ശ്രദ്ധിച്ചു. അതിൻ്റെ അടയാളമായിട്ട് പഴശ്ശിരാജ കോളേജ് വാങ്ങിക്കുകയും മറ്റ് വിദ്യാകേന്ദ്രങ്ങൾ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ബത്തേരി രൂപത ആദ്യകാലങ്ങളിൽ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രേക്ഷിത പ്രവർത്തനമാണ് മലബാറിൽ പ്രത്യേകമായിട്ട് ആരംഭിച്ചത്.
രൂപതയുടെ സ്ഥാപനത്തിന് ശേഷം 32-ാം വർഷം ഇടയസ്ഥാനം ഏറ്റെടുത്ത അഭിവന്യ ജോസഫ് മാർ തോമസ് പിതാവിൻ്റെ ബത്തേരിയിലേക്കുള്ള കടന്നുവരവ് മലങ്കര കത്തോലിക്ക സിനഡിൻ്റെ ഏറ്റവും യുക്തമായ ഒരു തീരുമാനമായിരുന്നു. തൻ്റെ മുൻഗാമികളുടെ പ്രവർത്തന തീഷ്ണത തെല്ലും ചോരാതെ അജപാലന ദൗത്യത്തിനു പുറമെ ഒരു വലിയ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് ആദിവാസി സമൂഹത്തിൻ്റെ ഉന്നമനത്തിനുതകുന്ന എണ്ണമറ്റ പദ്ധതികൾ പിതാവിൻ്റെ നേതൃത്വത്തിൽ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മുൻകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ പരിശീലനം സിദ്ധിച്ചിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം ഈ കാലയളവിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ വലുതാണ്. 2010 ഏപ്രിൽ മുതൽ ഈ രൂപതയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത എന്നെ സംബന്ധിച്ച് ഈ പിതാക്കന്മാരെ തുടങ്ങി വെച്ചതായ ശുശ്രൂഷകൾ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള ഉത്തരവാദിത്തത്തോടൊപ്പം ഈ വയനാടിൻ്റെയും മലബാറിൻ്റെയും പല രീതിയിലുള്ള പിന്നോക്കാവസ്ഥ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കി അതിന് പരിഹാരം നൽകുന്നതായ ഒരു പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനുമാണ് ഞാൻ പരിശ്രമിച്ചത്. ശ്രേയസ് വഴിയായിട്ടുള്ള ശുശ്രൂഷകൾ സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക രംഗത്ത് ജനങ്ങൾക്ക് ഉന്നതി നൽകി എന്ന വരിയിൽ തന്നെയും കർഷകരെ കൂടുതൽ തങ്ങിപ്പാർക്കുന്ന, സാമ്പത്തികമായി സാമൂഹികമായ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന വലിയ ജനവിഭാഗമുള്ള ഇവിടുത്തെ ജനത്തിന് പൂർണ്ണമായ വികാസവും വളർച്ചയൊക്കെ ഉണ്ടാകണമെന്ന് വരികിൽ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യമാകണം എന്നുള്ള ഒരു ബോധ്യം എനിക്കുണ്ടാവുകയും ബത്തേരി രൂപതയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയും ഏറ്റവും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം പാവപ്പെട്ട എല്ലാ മനുഷ്യർക്കും എത്തിച്ചു കൊടുക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ബത്തേരി രൂപതയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിലനിൽക്കുന്നതായിട്ടുള്ള പഞ്ചായത്തുകളിലും ഭൂപ്രദേശങ്ങളിലും പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത, എന്നാൽ പഠിക്കുവാൻ യോഗ്യതയുള്ള വിദ്യാർത്ഥിനികൾ സാമ്പത്തിക പ്രയാസം കൊണ്ട് പഠിക്കാതിരിക്കുന്നുണ്ട് എന്ന് വരികിൽ അവർക്കെല്ലാവർക്കും സൗജന്യമായ വിദ്യാഭ്യാസം കലാലയങ്ങളിലൂടെയും കോളേജുകളിലെയും നടപ്പാക്കുന്ന ഒരു വലിയ പ്രക്രിയ ബത്തേരി രൂപത ഏറ്റെടുത്തിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ വിദ്യാർത്ഥിനികൾക്കും ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്ന ശുശ്രൂഷ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെയും ഈ സമൂഹത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും വിമോചനത്തിനും വികാസത്തിനും അത്യാവശ്യമാണ് എന്നുള്ള ചിന്തയിൽ നിന്നാണ് അപ്രകാരമുള്ള ഒരു ക്രമീകരണം നടത്തിയിരിക്കുന്നത്. മനുഷ്യ വിഭവശേഷിയുടെ ധാർമ്മികവും ആധ്യാത്മികവുമായിട്ടുള്ള വികസനം ആത്യന്തികമായി പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇവിടെ പുതിയ കലാലയങ്ങളും വിദ്യാകേന്ദ്രങ്ങളും അതുപോലെ അങ്ങനെ പരിശീലന കേന്ദ്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഈ മലബാറിലെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു വലിയ മാറ്റം വരുത്തുവാനായി ബത്തേരി രൂപത പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. രണ്ടാമതായി ഇവിടെയുള്ള ആൾക്കാരുടെ വികസനത്തിൻ്റെ അടിസ്ഥാനമായി നിൽക്കുന്നത് കാർഷിക വൃത്തിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ്. വയനാട് ഒരു കാർഷിക പ്രവർത്തനങ്ങൾ കൂടുതൽ നടക്കുന്നതായ സ്ഥലമാണ്. കാർഷിക രംഗത്തുണ്ടായിരിക്കുന്ന
വലിയ പരാധീനതകൾ പരിഹരിക്കുവാൻ തക്കവണ്ണം ശ്രേയസ് വഴിയായി വിവിധ കർഷക സംഘങ്ങൾ വഴിയായി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വഴിയായി ബത്തേരി രൂപത പ്രത്യേകിച്ച് ആദിവാസികളുടെ കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് ജൈവ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുവാനും അതിന് പിന്തുണ കൊടുക്കുവാനും അതിന് പ്രത്യേകമായിട്ടുള്ള വിപണന കേന്ദ്രങ്ങളെ കണ്ടെത്തുവാനും രൂപത സാമൂഹിക ക്ഷേമ വകുപ്പ് വഴിയായിട്ട് പ്രത്യേകമായിട്ട് സഹായിക്കുന്നുണ്ട്. മൂന്നാമതായി ഇവിടുത്തെ ജനതയുടെ സാമ്പത്തികമായ ഉന്നമനത്തിന് വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യമുള്ളത് സ്ഥിരമായി വരുമാനമുള്ള ഒരു ജോലി ലഭിക്കുക എന്നുള്ളതാണ്. വയനാട്ടിൽ സ്ഥിരമായി ജോലി ലഭിക്കുവാൻ സാധ്യതയുള്ള ഫാക്ടറികളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളോ വളരെ കുറവാണ്. അതുകൊണ്ട് കൃഷി അധിഷ്ഠിതമായിട്ടുള്ള ഒരു വ്യവസായ സംരംഭങ്ങൾ നടത്തുവാനായിട്ടുള്ള ക്രമീകരണങ്ങൾ ബത്തേരി രൂപത പൊതുസമൂഹവുമായി ഇവിടെയുള്ള രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരുമായി ചേർന്ന് കാർഷിക അധിഷ്ഠിതമായ വ്യവസായ സംരംഭങ്ങൾക്ക് രൂപ നൽകുകയും അത് വളർത്തിയെടുക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. പലപ്പോഴും നാം കണ്ട് പരിചയിച്ചിട്ടുള്ള കത്തോലിക്ക രൂപതകളിൽ നിന്ന് ബത്തേരി രൂപതയും അഭിവന്യ പിതാവും വ്യത്യസ്തമാകുന്നത് ദൈവസ്നേഹത്തിലൂന്നിയ സേവന പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ്. മാനുഷികവും സാമൂഹികവുമായ പരിമിതികളെ എക്കാലവും അതിജീവിച്ച ചരിത്രമാണ് ഈ രൂപതയ്ക്കും പിതാക്കന്മാർക്കും എക്കാലവുമുള്ളത്. അതിനാൽ തന്നെ രൂപത ഏറ്റവും പുതിയതായി നടപ്പാക്കാനൊരുങ്ങുന്ന ഭവന പദ്ധതിയും അനേകർക്ക് ആശ്വാസമാണ്. ദൈവം തങ്ങളെ ഭരമേൽപ്പിച്ച ദേശത്ത് ഇനിയുള്ള കാലത്ത് ഭവനരഹിതരായവർ ആരും ഉണ്ടായിക്കൂടാ എന്ന മഹത്തായ ദർശനമാണ് ഈ പദ്ധതിക്ക് പിന്നിൽ. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠിക്കുവാൻ അവസരം കൊടുത്തതുപോലെ തന്നെ ഭവനമില്ലാത്തവർക്ക് എല്ലാവർക്കും ഭവനമുണ്ടാകുന്ന ഒരു പ്രത്യേക പ്രോജക്റ്റിന് ബത്തേരി രൂപത ഭാവന ചെയ്യുകയാണ്. അത് എത്രമാത്രം പൂർത്തിയാക്കുവാൻ സാധ്യമാകുമെന്നുള്ള ആശങ്കയുണ്ട് എന്ന നിലയിൽ തന്നെയും ബത്തേരി രൂപത പുതുതായി കുദാശ ചെയ്ത കത്തീഡ്രൽ ദേവാലയ അങ്കണത്തിൽ വെച്ച് ബത്തേരി രൂപതയുടെ 50 സെൻറ്റ് ഭൂമി 3 സെൻറ്റ് ഭൂമി വെച്ച് ഈ സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കുവാനും അവിടെ ഭവനം പണിയുവാനുമായിട്ടുള്ള പദ്ധതി നൂൽപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കറുപ്പൻ അവറുകളെ അതിൻ്റെ രേഖ ഏൽപ്പിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. ബത്തേരി രൂപതയുടെ ഏതാനും ഭൂമി കൂടി ഭൂമിയില്ലാത്തവർക്ക് നൽകുകയും എല്ലാവരുടെയും കൂട്ടായ്മയിൽ ഭവനം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുവാൻ പോകുന്ന സമ്പൂർണ്ണ ഭവനമുള്ള ഒരു വയനാട് എന്നുള്ള പരിപാടിയും ബത്തേരി രൂപത ആവിഷ്കരിക്കുകയാണ്. അനന്തമായ ദൈവിക പദ്ധതിയുടെ കാര്യസ്ഥനായി ദൈവം സവിശേഷമായി നിയോഗിച്ച ഒരു അഭിഷിക്തൻ. അദ്ദേഹത്തിൻ്റെ ജീവിതവീഥികളിൽ മിഴിവാർജിച്ചു നിൽക്കുന്നത് മാനവകുലത്തോടുള്ള അനന്തമായ ദൈവസ്നേഹം തന്നെയാണ്. കത്തോലിക്ക തിരുസഭയുടെ കരങ്ങളിൽ ദൈവം എക്കാലവും ഭരമേൽപ്പിച്ചിട്ടുള്ള പരിധികളില്ലാത്ത മനുഷ്യസ്നേഹപ്രവൃത്തികളുടെ തികഞ്ഞ മാതൃകകൾ ഈ പുരോഹിത ശ്രേഷ്ഠൻ്റെ വഴികളിൽ നാം തിരിച്ചറിയുന്നു. ദൈവവിളികളുടെ അനന്തമായ മഹത്വം തിരിച്ചറിയുവാൻ ഈ ജീവിതം ലോകത്തിനു മുന്നിൽ ഒരു ദീപമായി ജ്വലിച്ചുയരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.